ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം ഗോട്ട് ടൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഡിസംബർ 13 പുലർച്ചെ 1:30 മണിക്ക് ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്കയായിട്ടുള്ള കൊൽക്കത്തയിൽ മെസ്സി വിമാനമിറങ്ങും. താരത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ലൂയിസ് സുവാരസും റോഡ്രിഗോ ഡീപോളും കൂടെ ഉണ്ടാകും. 3 ദിവസങ്ങളായിട്ട് ഇന്ത്യയിലെ 4 സിറ്റികളിൽ കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളാണ് മെസ്സിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 14 തിങ്കളാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് മെസ്സി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. കൊൽക്കത്തയിൽ സ്ഥാപിച്ച 70 അടി ഉയരമുള്ള മെസ്സിയുടെ കൂറ്റൻ പ്രതിമ താരം അനാച്ഛാദനം ചെയ്യും. മോണ്ടി പാലിന്റെ നേതൃത്വത്തിലുള്ള 30 കലാകാരന്മാരാണ് ഈ പ്രതിമ തയ്യാറാക്കിയിട്ടുള്ളത്. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മെസ്സിക്കൊപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, സൗരവ് ഗാംഗുലി, ലിയാണ്ടർ പേസ് തുടങ്ങിയവരും പങ്കെടുക്കും. പിന്നാലെ ആരാധകർക്കായി ഒരു സൗഹൃദ മത്സരവും. ശേഷം ഹൈദരാബാദിലേക്ക് എത്തുന്ന ഗോട്ടിനെ വെറുതെ വിടാൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ദേശിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയും മെസ്സിയും പങ്കെടുക്കുന്ന ഒരു സെവൻസ് മത്സരവും ഉണ്ടായിരിക്കും, കൂടെ ഒരു സംഗീത നിശയും. മുംബൈയിൽ മെസ്സിക്കായിട്ട് ഒരു സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ചടങ്ങിലും താരം പങ്കെടുക്കും. മെസ്സിയോടൊപ്പം ഫോട്ടോ എടുക്കാനും സമയം ചെലവഴിക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും ഇനി മെസ്സി പെനാൾട്ടി എടുക്കുന്നത് നേരിട്ട് കാണാനും ഒക്കെ 10 ലക്ഷം രൂപയോളമാണ് ഒരാൾ ചെലവഴിക്കേണ്ടത്. എന്തായാലും ഗോട്ടിന്റെ ഇന്ത്യ സന്ദർശനം ഒരു സംഭവബഹുലമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുമാത്രമല്ല, ബോളിവുഡ് ബാദ്ഷാ കിങ് ഖാനും മെസ്സിയുടെ ഈ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കൊൽക്കത്തയിലെത്തുന്ന മെസ്സിയെ കാണാൻ വേണ്ടി താൻ ഉണ്ടാകുമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഷാറുഖ് ഖാൻ ഇനി മെസ്സിയോടൊപ്പം ഫുട്ബോൾ കളിക്കുമോ അതോ ഡാൻസ് കളിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്.